ഹലോ ഗായ്സ്, വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. കൂന്തലുണ്ട്. കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇരുമ്പമ്പുളി, ചെമ്മിപ്പുളി എന്ന് പറയും, ഇവിടെ ചെമ്മിപ്പുളി എന്നാണ് പറയണം. അതും ചെമ്മീനും കൂടി ഇട്ടൊരു ചാറും വെക്കാം. പിന്നെ ഇതേ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈ കൂന്തൽ, അതായത് സ്ക്വിഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നും ക്ലീൻ ചെയ്യാത്ത അറിയാത്തവർക്കൊക്കെ അതൊന്ന് പോയി കാണുക, ആ വീഡിയോ ഒന്ന് പോയി കാണുക. കൂന്തലിനും എല്ലാത്തിനും വേണ്ടിയുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടിയിലാട്ട് ഇരുമ്പമ്പുളി ചെമ്മീപ്പുളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ബൗള് ചെമ്മീനും ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കറി ബൗൾ വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഓർക്കുമല്ലോ ഇപ്പോൾ എന്താണ് ഈ പെണ്ണിന് ഏത് നേരവും ചെമ്മീൻ കറി മാത്രമേ ഉള്ളെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ, അതുകൊണ്ടാണ് ഇടുന്നത്. അരപ്പിന് ഒരു അരമുറി തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് നമ്മളുടെ ചെമ്മീപ്പുളിയും ചെമ്മീനും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ചെമ്മീനും ചെമ്മീപ്പുളിയും വേകട്ടെ. 5-6 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ചെമ്മീനും ചെമ്മീപ്പുളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പങ്ങാടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനൊന്ന് ലൂസാക്കാൻ വേണ്ടി. അരപ്പ് ഇട്ട് കൊടുത്ത് തിള വന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തിള വന്നിട്ടുണ്ട്. അധികം അങ്ങോട്ട് തിളക്കണ്ട, ആ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് 1/4 ടീസ്പൂൺ കടുക് നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്കും കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു 5-6 കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും. നമുക്ക് തേങ്ങയൊക്കെ അരപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ താളിച്ച് വെച്ചേക്കണം ഇട്ട് കൊടുത്ത് അപ്പം തന്നെ അടച്ച് വെക്കണം കേട്ടോ. പിന്നെ തുറക്കുമ്പോൾ ഒരു നല്ല മണം വരും. ഇനി ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള അരിഞ്ഞതും നൈസായിട്ട് അരിഞ്ഞ സവാളയും ഇട്ട് കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയും വാടി കഴിയുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്.
കുരുമുളകും മഞ്ഞളും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബീറ്റ്റൂട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ചെറുതീയിൽ, അതായത് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ബീറ്റ്റൂട്ട് ഉപ്പേരിയും റെഡിയാവും. ഇനി വേറൊരു പാൻ വെച്ച് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളി അരിഞ്ഞതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ, എങ്ങനെയാണ് നമുക്ക് കൂന്തൽ കറി വെക്കാമെന്നൊക്കെ. എല്ലാം കൂടി നല്ലോണം വാടി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് വാടി വന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ മസാലാസ്, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മളുടെ ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂന്തലിൽ നിന്ന് വെള്ളം നല്ലോണം ഇറങ്ങി വരും. നോക്കിക്കേ, ഒരു തരി വെള്ളം വെച്ചിട്ടില്ല ഞാൻ. ഇപ്പോഴത്തേക്കും നല്ലോണം വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഏകദേശം നല്ലോണം എല്ലായിടത്തും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ കൂന്തൽ ഒരു 5-6 മിനിറ്റ്, 10 മിനിറ്റിൽ കൂടുതൽ വേകണ്ട. ചെമ്മീൻ, കൂന്തൽ, ഞണ്ടൊക്കെ പറഞ്ഞ പോലെ 10 മിനിറ്റിൻ്റെ വേവുള്ളൂ, ഇല്ലെങ്കിൽ റബ്ബർ പോലെയാകും അതിൻ്റെ മീറ്റ്. അതെ, എൻ്റെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് തന്നെ. താങ്ക് യു.